ഹലോ നമസ്കാരം, ടെക് വീഡിയോസ് കോർണർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് നമ്മുടെ ഫോട്ടോകൾ ഓട്ടോമാറ്റിക്കായിട്ട് വളരെ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു അടിപൊളി ആപ്പിനെ കുറിച്ചാണ്. നമുക്ക് നമ്മുടെ ഫോണിൽ ഫോട്ടോസ് എഡിറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിലും അതിന് കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട്. നമ്മൾ ഇന്ന് നോക്കുന്ന ഈ ആപ്പ് ഉപയോഗിച്ച് പ്രൊഫഷണലായിട്ട് ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ഫോട്ടോകളെ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ഈ ആപ്പ് അവൈലബിൾ ആണ്. എന്നാൽ നമുക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്താലും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവർ തരില്ല. അത് നമുക്ക് തരണമെങ്കിൽ നമ്മൾ മാസം ജസ്റ്റ് പൈസ അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമുക്കൊരു വേറൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ പോയിട്ട് ഇതിൻ്റെ പ്രോ വെർഷൻ ഡൗൺലോഡ് ചെയ്ത് ഒരു പൈസയും കൊടുക്കാതെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വളരെ അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ. അതേപോലെ തന്നെ നമുക്ക് എഡിറ്റിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ സമയം കളയുന്നില്ല, നേരെ ഫോണിലേക്ക് പോകാം. അടുത്തതായി നമുക്ക് നമ്മുടെ ഫോണിലേക്ക് വന്നതിന് ശേഷം ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം നമുക്ക് ഏത് ഫോട്ടോയാണോ എഡിറ്റ് ചെയ്യേണ്ടത് അതിവിടെ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ബ്യൂട്ടി എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ റീടച്ച് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ഇത് ഞാൻ മുൻപ് നേരത്തെ എഡിറ്റ് ചെയ്ത എൻ്റെ ഒരു മകൻ്റെ ഫോട്ടോയാണ്. നിങ്ങൾക്കിവിടെ കാണാം ഹെയർ സ്റ്റൈൽ ഇങ്ങനെയല്ലായിരുന്നു ഹെയർ സ്റ്റൈൽ. അപ്പോൾ ഞാനിവിടെ ഇത് ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ നമുക്കിവിടെ റീടച്ച് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ആദ്യം അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്തപ്പോൾ നമുക്കറിയാം നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ നല്ല ക്ലാരിറ്റി കിട്ടില്ല. ചിലപ്പോൾ നമുക്ക് ലോ ലൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ ഫോണിന് ക്യാമറ അത്ര പവർഫുൾ ആവില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ രീതിയിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മളുടെ ഫോട്ടോ ക്ലിയർ ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ റീടച്ച് എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോട്ടോയെ ജസ്റ്റ് വളരെ അടിപൊളി മനോഹരമാക്കി മാറ്റാനായിട്ട് സാധിക്കും. അതിനുശേഷം ഇങ്ങനെ ഇത് ക്ലിയർ ആയിട്ട് വന്നതിന് ശേഷം നമുക്ക് കൂടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ടിക്ക് മാർക്ക് കാണാം കേട്ടോ. അവിടെയും കൂടി ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ആ ഫോട്ടോയുടെ നമ്മൾ റീടച്ചിന് ഓപ്ഷൻ കൊടുത്തത് ക്ലിയർ ആവുള്ളൂ, കറക്റ്റായിട്ട് വരുള്ളൂ, അല്ലെങ്കിൽ നേരത്തെ പോലെ തന്നെ വരും. അതിനുശേഷം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഹെയർ സ്റ്റൈലിൻ്റെ ഒരു ഓപ്ഷൻ കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം കാണാം ഈ രീതിയിൽ നമുക്ക് ഹെയർ സ്റ്റൈൽ വരുത്താനായിട്ട് സാധിക്കും. ജസ്റ്റ് ഗോട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ ജസ്റ്റ് ഒരു ഹെയർ സ്റ്റൈൽ ഒരെണ്ണം സെലക്ട് ചെയ്യുന്നു. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഒരു കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ക്ലിക്ക് ടു സെലക്ട് ദ ഹെയർ കളർ. നമുക്ക് ഏത് കളറാണ് വേണ്ടത് അത് ഇവിടെ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഏത് ഹെയർ സ്റ്റൈലാണോ വേണ്ടത് അത് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വരുന്നതാണ്. പിന്നെ നെറ്റിൻ്റെ കുറച്ച് സ്പീഡിനനുസരിച്ചിരിക്കും നമ്മളുടെ ഫോട്ടോ ക്രിയേറ്റ് ചെയ്ത് വരുന്നത്, എഡിറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഈ ഫോട്ടോറ എന്നുള്ള ഈ ആപ്ലിക്കേഷൻ. എല്ലാവരും മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങളിവിടെ ചെയ്യേണ്ടത് സമയം എടുക്കാമെന്ന് വെച്ചാൽ ഞാൻ കാണിക്കുന്നില്ല. നമുക്കിവിടെ റൈറ്റ് സൈഡിൽ ഒരു ടിക്ക് മാർക്ക് കാണാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോട്ടോ ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഫോട്ടോ നിങ്ങൾ മാറിയത് ഹെയർ സ്റ്റൈൽ നമ്മൾ മാറ്റിയപ്പോൾ ആ ഫോട്ടോ വേറെ ഹെയർ സ്റ്റൈലിലായിട്ട് വന്നു. അതിനുശേഷം നമുക്ക് ബാക്കിലേക്ക് പോകാം. വീണ്ടും നമുക്കിവിടെ ഓപ്പൺ ഐസ് എന്നുള്ളൊരു ഭാഗം ക്ലിക്ക് ചെയ്യാം. ഓപ്പൺ ഐസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു കാണിച്ചു തരേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ കണ്ണടച്ചിട്ടാണ് ഇരിക്കുകയാണെങ്കിൽ അത് നമുക്ക് തുറക്കാനായിട്ട് അത് ഓപ്പൺ ആക്കാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഗോട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ ലോ ആണോ മീഡിയം ആണോ ഹൈ ആണോ വേണ്ടത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് റൈറ്റ് സൈഡിൽ ടിക്ക് മാർക്ക് കാണാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സേവ് ആവുന്നതാണ്. അതിനുശേഷം നമുക്കിവിടെ സ്മൈലുണ്ട്. അതേപോലെ സ്മൈൽ നമുക്കിപ്പോൾ ഫോട്ടോയിൽ നമ്മൾ എന്തെങ്കിലും സമയത്ത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് കൂട്ടിട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ചിരിച്ചില്ല വിചാരിക്കുക. അപ്പോൾ നമുക്കത് ഓപ്ഷൻ വഴി ലോ ഉണ്ട്, മീഡിയം ഉണ്ട്, ഹൈ ഉണ്ട്, അതുവഴി നമുക്കത് മാറ്റാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ റീഷേപ്പ് ഉണ്ട്. അതേപോലെ തന്നെ ഏറ്റവും അടിപൊളി സാധനം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ക്ലോത്ത്സ്. നമുക്ക് ഏത് ടൈപ്പ് ഷർട്ടാണോ ഡ്രസ്സാണോ വേണ്ടത് അതൊക്കെ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ടീത്ത് വൈറ്റനിങ്, ബെൽമിഷ് ഫിക്സ്, വളരെയധികം കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഇതിന്മേൽ ക്ലിക്ക് ചെയ്താൽ മതി. നമ്മൾ അധികം എഡിറ്റ് ചെയ്യാൻ അറിയാത്തവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് നമ്മൾ ഇതിന്മേൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് ക്രിയേറ്റ് ചെയ്ത് തരും. അതാണ് ഈ ആപ്പിൻ്റെ വളരെയധികം ഉപകാരപ്രദമായൊരു ഫീച്ചർ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഞാനിവിടെ പറയാൻ വിട്ടുപോയി മസിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ഞാനിപ്പോൾ ഫോട്ടോ എടുത്ത് എൻ്റെ ഫേസ് മാത്രമുള്ള ഒരു ഫോട്ടോയാണ് കാണിക്കാൻ പറ്റാത്തത്. അതിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് മസിൽ ഇല്ലെങ്കിലും അത് മസിൽ വരുത്താനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ അടിപൊളി ഫീച്ചറാണ്. നിങ്ങൾ ഇതിന് മുന്നേ ഇങ്ങനെ ഒരു ഫീച്ചറുള്ള ആപ്ലിക്കേഷൻ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങളെല്ലാം മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക. മസിലൊക്കെ വരുത്തേണ്ടവരൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് ജസ്റ്റ് കോട്ടിട്ട് കൊടുത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഏതൊക്കെ രീതിയിൽ
എവിടെയെങ്കിലാണ് മസിലുകൾ വരുത്തേണ്ടത് അതൊക്കെ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്ത് ജസ്റ്റ് റൈറ്റ് ബട്ടൺ കൊടുക്കുക. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുന്നതായി വരുന്നതാണ്. അതുപോലെ തന്നെ ഇനിയും പറഞ്ഞാൽ തീരാത്ത അത്ര ഓപ്ഷൻസ് നമുക്ക് ഒരു അടിപൊളി എഡിറ്റിംഗ് ഓപ്ഷൻസ് നമുക്ക് ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫുള്ളായിട്ട് പറയാനായിട്ട് സാധിക്കില്ല. അതേപോലെ തന്നെ ഫുള്ളായിട്ട് കാണിക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ വരെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് സ്ട്രൈക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്കിത് വളരെ സുഖമായിട്ട് ഉപയോഗിക്കാൻ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് പറയണമെന്നില്ല, പിന്നെ സമയം കൂടുതലെടുക്കും. അപ്പോൾ വീഡിയോ ആരും കാണാനായിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ വെച്ച് നിർത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇതിൽ നമുക്ക് ഒരു ക്യാമറ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒരു HD ക്യാമറ. അപ്പോൾ നമ്മളുടെ ഫോണിൻ്റെ ക്യാമറ അത്ര പവർഫുൾ അല്ലെങ്കിൽ ഇതിൽ ഒരു ക്യാമറ ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ തന്നെ അത് നമുക്ക് കാണാം. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് വളരെ HD ഫോട്ടോസ് എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു കിടുക്കാഴ്ചയായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.